നിങ്ങൾക്ക് നെറ്റ് പാസ്സായി കഴിഞ്ഞാൽ മറ്റ് പല മേഖലകളിലും നിങ്ങൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. സോ അവിടെ നിങ്ങൾക്ക് നെറ്റ് എന്ന് പറയുന്നത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ CSIR ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ജൂലൈയിലെ എക്സാമിന് വേണ്ടി എല്ലാവരും തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറേ ആൾക്കാർ ഡിസംബറിലെ പരീക്ഷ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഡിസംബറിലെ പരീക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കാണുക, നന്നായിട്ട് പഠിക്കുക. ജൂലൈയിലെ പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. ഇനി പഠനം നേരെയാകാത്തവർ ജൂലൈയിലെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ടും കുറേ പല കാരണങ്ങളാലും പഠനം അങ്ങ് ശരിയായ ട്രാക്കിലേക്ക് വരാത്തവരുണ്ട്, പഠിച്ച് തുടങ്ങാത്തവരുണ്ട്. ഇപ്പോൾ ജസ്റ്റ് പാസ് ഔട്ടായി ഒന്ന് വിശ്രമിക്കാം, ഇനി ജൂലൈ തൊട്ട് പഠിച്ചു തുടങ്ങാം എന്ന് കരുതുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോയാണിത്. അപ്പോൾ ഡിസംബറിലെ പരീക്ഷ എന്തുകൊണ്ട് നിങ്ങൾ പാസ്സാവണം, അല്ലെങ്കിൽ ടു ബി മോർ ജനറൽ, നിങ്ങൾ എന്തിന് CSIR ഫിസിക്സ് പരീക്ഷ പാസ്സാവണം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു ചെറിയ വീഡിയോ ചെയ്യാം എന്ന് കരുതി. സോ നിങ്ങൾ എന്തായാലും ഫിസിക്സ് MSc പഠിച്ചു കഴിഞ്ഞ ഒരാൾ എന്തായാലും ഒരു തവണയെങ്കിലും നെറ്റ് പരീക്ഷ എഴുതണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം നമ്മൾ PG പഠിച്ചതല്ലേ, അപ്പോൾ PG പഠിച്ച സ്ഥിതിക്ക് അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലായിട്ടുള്ള എക്സാം CSIR ഫിസിക്സ് എക്സാമിനേഷൻ നിങ്ങൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് എഴുതി നോക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആളാണ് ഞാൻ. കാരണം നമ്മൾ അത്രയും പഠിച്ചു. അപ്പം നമ്മൾ പഠിച്ചത് എത്രത്തോളം എത്തി എന്ന് നമുക്ക് സ്വയം വിലയിരുത്താൻ ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ്. CSIR ഫിസിക്സ് പരീക്ഷയോളം പ്രയാസമുള്ള മറ്റൊരു പരീക്ഷ ഫിസിക്സിന് ഇല്ല എന്ന് തന്നെ പറയാം ഇന്ത്യയിൽ. കാരണം ഇപ്പം നിങ്ങൾ സിവിൽ സർവീസിന് മെയിൻസ് എടുത്താൽ പോലും ഇത്രയും പ്രയാസം സിലബസിന് വരുന്നില്ല. സിലബസ് ഇത്രയും വലുതല്ല. സോ നമുക്ക് അതുകൊണ്ട് തന്നെ CSIR എഴുതി നിങ്ങൾക്കൊരു JRF ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ബി പ്രൗഡ് ഓഫ് യുവർ സെൽസ്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ അഭിമാനിക്കാനുള്ളൊരു കാരണം അതാണ്. സോ അതുകൊണ്ട് JRF ലക്ഷ്യം വെച്ചുകൊണ്ട് ഡിസംബറിലെ പരീക്ഷയ്ക്ക് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഒട്ടും താമസിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം കുറച്ച് നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നല്ല റാങ്കോടുകൂടി നിങ്ങൾക്ക് JRF നേടാനും തുടർന്ന് ഉള്ള പ്രൊസീജിയേഴ്സിൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാനും പറ്റൂ. സോ അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു പോവുക. അല്ലാതെ ഇപ്പോഴേ ഞാൻ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കളയാം, പരീക്ഷയ്ക്ക് 3 മാസം മുന്നേ പ്രോബ്ലംസ് ചെയ്ത് കളയാം, ആ ഒരു രീതിയൊന്നും നമുക്ക് CSIR ഫിസിക്സിനെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ല. സോ ഫ്രം ദ ഫസ്റ്റ് ഡേ, on the first go itself, you have to study in exam oriented manner. എങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് നല്ല വിജയം ഉറപ്പാക്കാൻ പറ്റൂ. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മുടെ ലോങ് ബാച്ച് CSIR ലോങ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോങ് ബാച്ചിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, നിങ്ങൾ ജോയിൻ ചെയ്താൽ ഇപ്പം ജൂലൈയിലെ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ കോച്ചിങ് ഒന്നും നേടാതെ വെറുതെ പോയി എഴുതിക്കളയാം എന്ന് കരുതുന്ന ആൾക്കാരുണ്ടാവും. സോ അങ്ങനെയുള്ള ആൾക്കാരെയും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു. അവർക്ക് വേണ്ടി ഒരു ക്രാഷ് ബാച്ച് പ്ലസ് അവരെ നമ്മൾ ലോങ് ബാച്ചിലേക്കും ഓട്ടോമാറ്റിക്കലി അഡ്മിറ്റ് ആവും. സോ ജൂലൈയിലെ എക്സാം പ്ലസ് ലോങ് ബാച്ച് അഡ്മിഷൻസ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. സോ നിങ്ങളെ ആദ്യമേ തന്നെ നമ്മുടെ ലോങ് ബാച്ചിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ്. സോ ആദ്യം തൊട്ട് തന്നെ നന്നായിട്ട് പഠിക്കുക, ഒരു മടിയും കൂടാതെ ഒരു ഉഴപ്പും കൂടാതെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ നന്നായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, സോ നോക്കുക. ഇപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതി, നിങ്ങളിപ്പോൾ ജൂലൈയിലെ പരീക്ഷ എഴുതുന്നു. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഇഫ് യു ക്വാളിഫൈ നെറ്റ് വിത്തൗട്ട് JRF, യു ബിക്കം എലിജിബിൾ ഫോർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ പൊസിഷൻസ് ഇൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്. അപ്പോൾ നിങ്ങൾക്ക് നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും യു ആർ എലിജിബിൾ ഫോർ അപ്ലൈയിങ് ടു ദിസ് അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് പോസ്റ്റ്. പക്ഷേ പ്രത്യേകത, നമ്മൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിന് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും അവിടെ ഒരു സ്ക്രീനിങ് ഉണ്ടാവും. അപ്പോൾ സ്ക്രീനിങ് നടക്കുമ്പോൾ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഉള്ളവരുണ്ട്, PhD പാസ്സായിട്ടുള്ളവരുണ്ട്, PhD കഴിഞ്ഞവരുണ്ട്, പിന്നെ പബ്ലിക്കേഷൻസ്
ജേണൽ പബ്ലിക്കേഷൻസൊക്കെ ധാരാളമുള്ളവരുണ്ട്, പേറ്റൻ്റ് ഉള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ എലിജിബിലിറ്റി സ്കോർ വെച്ച് നോക്കുമ്പോൾ മിയർ നെറ്റ് മാത്രം പാസ്സായിട്ടുള്ള നമ്മുടെ സ്കോറ് വളരെ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും സ്ക്രീനിങ്ങിൽ ഔട്ടായി പോകും. അപ്പോൾ അവർ നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കില്ല, നമ്മൾ വെറുതെ അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രം. സോ അതുകൊണ്ട് നെറ്റ് കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും എലിജിബിളായി എന്ന് അർത്ഥമില്ല. സോ യു ഷുഡ് എയിം ഫോർ JRF. അപ്പോൾ JRF ഉണ്ടെങ്കിൽ അവിടെ ഒരു അഡ്വാൻസ് മാർക്കുണ്ട് നിങ്ങൾക്ക്. JRF കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായും PhD അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകും. അതിനെപ്പറ്റി നമ്മൾ വഴിയെ സംസാരിക്കും. ഓക്കെ, സോ ദെൻ അഡ്മിഷൻ ടു PhD പ്രോഗ്രാംസ് ഇൻ മെനി യൂണിവേഴ്സിറ്റീസ്. നെറ്റ് ഉണ്ടെങ്കിൽ പല യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾക്ക് ബൈപ്പാസ് ചെയ്ത് നിങ്ങൾക്ക് PhD അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. ദെൻ ബെറ്റർ പ്രോസ്പെക്ട്സ് ഇൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് പ്രൈവറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻസ്. സോ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഓരോ പ്രോജക്റ്റുകളൊക്കെ വിളിക്കും. ഓരോ തവണയും നമ്മളിങ്ങനെ ലിങ്ക്ഡിൻ ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഓരോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പ്രിഫറബിൾ നെറ്റ് ഓർ JRF ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞ് തന്നെ അവർ നോട്ടിഫിക്കേഷൻസ് ഇറക്കും ഓരോ പ്രോജക്റ്റ് അസോസിയേറ്റിനൊക്കെ ആയിട്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നെറ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസരമില്ല എന്നല്ല, അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിന് ഇങ്ങനെ ഒരു സ്ക്രീനിങ് ഉള്ളത് കൊണ്ടാണ്. സോ മറ്റ് പല മേഖലകളിലും നിങ്ങൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാവണം. ഇന്ത്യയിലെ എല്ലാ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും, ഗവൺമെൻറ്, പ്രൈവറ്റ് എല്ലാ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും, പിന്നെ അതുപോലെ തന്നെ വിദേശത്തുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ ഫോളോ ചെയ്യുക. അപ്പോൾ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഓരോ ഓപ്പർച്യൂണിറ്റീസും അവർ പരസ്യം ചെയ്യുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. സോ അവിടെ നിങ്ങൾക്ക് നെറ്റ് എന്ന് പറയുന്നത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഇറ്റ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ബൂസ്റ്റ് ടു യുവർ അക്കാഡമിക് പ്രൊഫൈൽ ആൻഡ് CV. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഒരാൾ നെറ്റ് ക്വാളിഫൈഡ് ആവുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല. കാരണം ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കും അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കും ഇത് അറിയാവുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് നിങ്ങൾ നെറ്റ് പാസ്സായി, നെറ്റ് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് കരുതി നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ദറ്റ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് അച്ചീവ്മെൻറ്റ്. ബട്ട് you can move forward or you can work hard to achieve JRF. Okay, so these are the career opportunities, university and college teaching, നെറ്റുകാർക്ക് കേട്ടോ. Then research assistant or project scientist positions, scientific writing, then edutech companies. അപ്പോൾ edutech കമ്പനീസിലൊക്കെ ഒത്തിരി വേക്കൻസീസ് ഉണ്ട്. edutech കമ്പനീസിൽ ഇപ്പോൾ അതിൻ്റെ ബൂസ്റ്റാണ് അല്ലേ. അപ്പോൾ edutech കമ്പനീസിലൊക്കെ നമ്മൾ വിചാരിക്കും edutech കമ്പനീസ് ആൻഡ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് രണ്ടും ഒരുമിച്ച് പറയാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വിചാരിക്കും അതത്ര ഒരു മോശം തൊഴിലാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് കൊടുക്കുന്ന സാലറി ഗവൺമെൻറ് സാലറിയേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കൊരു നിലയും വിലയും ഇല്ലല്ലോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നിലയും വിലയും പണം ഉണ്ടാക്കിക്കോളൂ. സോ അതുകൊണ്ട് നിങ്ങൾ മറ്റ് കാര്യങ്ങളെപ്പറ്റിയൊന്നും ചിന്തിക്കേണ്ട. അങ്ങനെ നെറ്റൊക്കെ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ് പോലത്തെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ധാരാളമുണ്ട് അല്ലേ. അതിൽ പേര് കേട്ട ഏതെങ്കിലും ഒരു നല്ല എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ഫിസിക്സിൽ നല്ലൊരു ഫാക്കൽറ്റി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ധാരാളം അന്വേഷണങ്ങൾ വരും, ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരും. മണിക്കൂറിന് പൈസ പറഞ്ഞ് നിങ്ങൾക്ക് മേടിച്ച് നിങ്ങൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പണം എന്ന് മാത്രം ചിന്തിക്കുന്നവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇനി സബ്ജക്റ്റ് ചിന്തിക്കുന്നവർക്ക് റിസർച്ച് മറ്റ് മേഖലകളിലേക്കും അവർക്ക് പോകാനായിട്ടും പറ്റും. സോ അതുകൊണ്ട് ഫിസിക്സ് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ നെറ്റ് പാസ്സാകുന്നവർക്ക് തൊഴിലില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇപ്പോൾ ഈ പ്രോജക്റ്റ് അസോസിയേറ്റിനൊക്കെ വിളിക്കുന്ന പല പ്രോജക്റ്റുകളും ആളില്ലാത്തത് കൊണ്ട് വേക്കൻ്റായി കിടക്കുകയാണ്. സോ നെറ്റ് പാസ്സാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. അത് പാസ്സായി കഴിഞ്ഞാൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും എന്നതാണ് യാതൊരു തർക്കവും വേണ്ട. ദെൻ ഇൻഡസ്ട്രിയൽ R&D, എല്ലാ ഇൻഡസ്ട്രിക്കും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം, അവിടെയൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. സോ അതുകൊണ്ട് നിങ്ങളതൊന്നും പേടിക്കേണ്ട. ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നെറ്റ് മാത്രം പാസ്സായവർക്ക് ഇപ്പോൾ തന്നെ ധാരാളമുണ്ട്. ഓക്കെ, സോ ഇറങ്ങി പണിയെടുക്കുക.
എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്കൊരു നല്ല ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാവണം. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു CV, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെക്കുക. എന്നിട്ട് യു സെറ്റ് ഔട്ട് ഫോർ ജോബ് ഹണ്ട്. ഇഷ്ടം പോലെ കിട്ടിക്കോളും, യാതൊരു സംശയവും വേണ്ട. ദെൻ ബെനഫിറ്റ്സ് ഓഫ് ക്വാളിഫയിങ് CSIR JRF. അപ്പോൾ ഈ JRF എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ സർട്ടിഫിക്കറ്റ്, അല്ലേ? നമുക്കറിയാം, ഇറ്റ്സ് വർത്ത്. സോ ഇറ്റ് നോട്ട് ഓൺലി സർട്ടിഫൈസ് എലിജിബിലിറ്റി ബട്ട് ഓൾസോ പ്രൊവൈഡ്സ് ഗവൺമെൻറ് ഫണ്ടഡ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഫോർ റിസർച്ച്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഗവൺമെൻറ് നിങ്ങളുടെ റിസർച്ചിന് വേണ്ടി മുതൽ മുടക്കും. അത് നിങ്ങൾക്കറിയാം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. സോ ഫൈനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് JRFന് ആദ്യത്തെ 2 വർഷം ആണ് JRF. 37,000 രൂപ നിങ്ങൾക്ക് കയ്യിലുണ്ടാവും, പ്ലസ് കണ്ടിജൻസി ഗ്രാൻഡ് പ്ലസ് HRI. അപ്പോൾ അത്രയുണ്ട്. നിങ്ങൾക്ക് എന്തായാലും 50,000 രൂപയ്ക്ക് മുകളിൽ വരുമാനം മാസം ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കിട്ടും. ദെൻ SRF ആയി കഴിഞ്ഞാൽ അസസ്മെൻറ്റ് നടത്തും. 2 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ പ്രോഗ്രസ് അസസ് ചെയ്യും. ഒരു പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ JRFൽ നിന്ന് SRFിലേക്ക് പോകും. അപ്പോൾ SRF ആയി കഴിഞ്ഞാൽ യുവർ ഫെലോഷിപ്പ് എമൗണ്ട് വിൽ ബി 42,000 rupees പെർ മന്ത്, പ്ലസ് അതിന് HRI, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടിജൻസി ഗ്രാൻഡ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു 60,000 രൂപയോളം വീണ്ടും നിങ്ങളുടെ കയ്യിൽ പിന്നത്തെ 3 വർഷം നിങ്ങൾക്ക് കിട്ടും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചെയ്യുന്ന റിസർച്ച് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ 5 വർഷം വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു സേവിങ്സും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫണ്ടിങ്ങോടുകൂടിയുള്ള റിസർച്ച് എന്ന് പറയുന്നത് വളരെ സുഖകരമായിട്ടുള്ള ഒരു ജീവിതമാണ്. ഫണ്ടിങ് ഇല്ലാത്ത റിസർച്ച് എന്ന് പറയുന്നത് ഒട്ടും സുഖകരമായിട്ടുള്ള ജീവിതമല്ല താൻ. ഫണ്ടിങ്ങോടുകൂടി മാത്രം നിങ്ങൾ റിസർച്ചിലേക്ക് ഇറങ്ങുക. നമ്മുടെയൊക്കെ വാക്ക് കേട്ടിട്ട് എന്താണ് റിസർച്ച് വളരെ നല്ല പരിപാടിയാണ് എന്ന് കരുതി ഫണ്ടിങ് ഇല്ലാതെ നിങ്ങൾ റിസർച്ചിലേക്ക് ഇറങ്ങിയാൽ പോക്കറ്റിൽ നിന്ന് പൈസ പോകുമെന്ന് അറിയില്ല. ഫിസിക്സിനൊക്കെ പ്രത്യേകിച്ച് മെറ്റീരിയൽ സയൻസ് പോലത്തെ മേഖലകളിലൊക്കെ ആണെങ്കിൽ, അല്ലാതെ ആണെങ്കിലും വരും. ഇപ്പോൾ ഒരു കോൺഫറൻസിനൊക്കെ നിങ്ങൾ യാത്ര ചെയ്യണം, അല്ലേ? പല സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. യാത്ര പോകാൻ ഇഷ്ടമുള്ളവർക്ക് പൈസ പോകുന്നതിന് പ്രശ്നം കാണില്ല. പക്ഷേ അല്ലാത്ത ആൾക്കാർക്ക് നിസ്സാരം ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം 25,000 രൂപയൊക്കെ ആവും. നമ്മൾ വളരെ അടുത്തൊക്കെ ആയിരിക്കും നമ്മൾ ബുക്ക് ചെയ്യുന്നത്, അല്ലെ? 10,000 രൂപ മിനിമം അത്രയും ആവും. പിന്നെ ട്രെയിനിന് പോകാമെന്ന് വെച്ചാൽ പോലും ഇപ്പോൾ 3rd ക്ലാസ് AC ഒന്നും നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. ഇപ്പോൾ 2nd ക്ലാസ്സൊക്കെ നമ്മൾ നോക്കും, 2nd ക്ലാസ് മുതൽ മുകളിലേക്ക് നോക്കുന്നു. പിന്നെ വന്ദേ ഭാരത് പോലത്തെ മറ്റ് ട്രെയിനുകൾക്കൊക്കെ പോകുന്നു. ഇതൊക്കെ വരുമ്പോൾ നല്ല ചിലവുണ്ടാവും. സോ അതുകൊണ്ട് നിങ്ങൾ ഫണ്ടിങ്ങോടുകൂടി മാത്രം റിസർച്ചിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഫണ്ടിങ്ങിന് ഏറ്റവും പ്രൈമറി ആയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഗവൺമെൻറ്റിനെ തന്നെയാണ്. അതിനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങൾ JRF ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ JRF ക്വാളിഫൈ ചെയ്താൽ ഇതെല്ലാം നിങ്ങൾക്ക് കണ്ടിജൻസി ഗ്രാൻഡിൽ നിങ്ങൾക്ക് കിട്ടിക്കോളും. അതുകൊണ്ട് യാതൊരു സംശയവും വേണ്ട, JRF തന്നെയാണ് നമ്മുടെ വഴി, കേട്ടോ. സോ ദിസ് ഡയറക്റ്റ് PhD അഡ്മിഷൻ, ഇതാണ് JRFൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. PhD അഡ്മിഷന് വേറെ നിങ്ങൾ ഒരു ക്രൈറ്റീരിയയെ നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. JRF ഉണ്ടോ, you are directly eligible for PhD admission. So many premier institutes give strong preference to JRF holders. അതാണ് പ്രത്യേകത. എല്ലാ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും IIT ആവട്ടെ, NIT ആവട്ടെ, ബാക്കി നാഷണൽ ലെവലിലുള്ള ഏത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിലും they are getting thirsty for JRF holders. JRFകാർ വന്നു കഴിഞ്ഞാൽ ആ റിസർച്ച് ഗൈഡിന് തന്നെ ഒരു ആശ്വാസമാണ്. കാരണം അയാൾ വേറെ അവർക്ക് വേണ്ടി ഫണ്ടിങ് അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർ ഫണ്ടഡ് ആണ്. അപ്പോൾ അവർ വേറെ ചിന്തിക്കേണ്ട ആവശ്യം അവർ വരുന്നില്ല, കേട്ടോ. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഏത് വിധേനയും എന്ന് പറഞ്ഞാൽ അധാർമികമായിട്ടുള്ള മാർഗമല്ല, ഏത് വിധേനയും എന്ത് വില കൊടുത്തും JRF പാസ്സാവുക എന്നുള്ളതാവണം നമ്മുടെ പ്രൈം മോട്ടോ. സോ അത് ഇന്ത്യൻ IITs, IISc, ദെൻ CSIRൻ്റെ ലാബുകൾ, ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ്, ദെൻ ESN ബോസ് നാഷണൽ സെൻറ്റർ ഫോർ ബേസിക് സയൻസസ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഈവൻ അവർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, ഇതെല്ലാം
ഇവിടെ ഗൈഡുകളൊക്കെ ഉണ്ട്, ഗൈഡ്സൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ എല്ലാം അൺഫിൽഡ് പൊസിഷൻസാണ്. ഒരു പ്രൊഫസർക്ക് 8 പേരെ ഗൈഡ് ചെയ്യാം PhD അറ്റ് എ ടൈം. അസോസിയേറ്റ് പ്രൊഫസർക്ക് 6 പേരെയും അസിസ്റ്റൻറ്റ് പ്രൊഫസർക്ക് 4 പേരെയും ഗൈഡ് ചെയ്യാം. പക്ഷേ എന്നാൽ പോലും ഇവരൊന്നും ഇപ്പോൾ പൊസിഷൻസ് ഫില്ല് ചെയ്യാൻ തയ്യാറാവുന്നില്ല ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ഫണ്ടിങ്. ഗവൺമെൻറ് ഫണ്ടിങ് എല്ലാം ഇപ്പോൾ JRF മാത്രമാക്കി അങ്ങ് ചുരുക്കി, മറ്റ് മേഖലകളിലുള്ള ഫണ്ടിങ് ഒക്കെ അങ്ങ് കുറയ്ക്കുക. അപ്പോൾ JRF ഉണ്ടെങ്കിൽ നമുക്ക് ഫണ്ടിങ്ങിനെ പറ്റി യാതൊരു ടെൻഷനും വേണ്ട. നിങ്ങളുടെ സൂപ്പർവൈസേഴ്സിനും ഫണ്ടിങ്ങിനെ പറ്റിയുള്ള ടെൻഷൻ വേണ്ട, നിങ്ങൾക്കും ഫണ്ടിങ്ങിനെ പറ്റിയുള്ള ടെൻഷൻ വേണ്ട. അതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. ദെൻ സോ ഇതാണ് വേറൊരു പ്രത്യേകത. സം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് waive written tests or give direct interview calls to JRF holders depending on their admission policies. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും JRF ഉണ്ടെന്ന് കരുതി നിങ്ങൾ വന്നോളൂ ചേർന്നോളൂ എന്ന് പറയാറില്ല. Most of the institutes do not force JRF holders to write their entrance examinations. They will directly call them for interview. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ you will be directly selected. അതാണ് നോർമൽ പ്രൊസീജിയർ. സോ അല്ലാത്തവർക്ക് ഈ പറഞ്ഞ NITസിൻ്റെ IITസിൻ്റെ ഒക്കെ ആണെങ്കിൽ they will have to go through this rigorous selection processes starting from written tests, then OMR test first, then descriptive examination, then interview. അങ്ങനെ ഒരു ലോങ് പ്രോസസ്സിലൂടെ ബാക്കിയുള്ളവർ കടന്നു പോകുമ്പോൾ നമ്മൾ ബൈപ്പാസ് ചെയ്ത് നേരെ ഇൻ്റർവ്യൂവിലേക്കായിരിക്കും നമ്മൾ ചെല്ലുക. സോ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂവിന് ഞാൻ എൻ്റെ കുട്ടികളോടൊക്കെ പറയുന്നതാണ്, എങ്ങനെ പെർഫോം ചെയ്യണമെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ സംസാരിക്കുന്നതാണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. ദെൻ JRF കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഗേറ്റ് വേ ടു എ സയൻറ്റിസ്റ്റ് കരിയർ. സോ CSIR JRF greatly strengthens applications to organizations such as CSIR laboratories, then DRDO, അത് വലിയൊരു ഓപ്പണിംഗ് ആണ്. ദെൻ ISRO, അത് വേറൊരു വലിയ ഒരു പൂളാണത്. ദെൻ BARC, ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ. ദെൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISc. ദെൻ നാഷണൽ ലബോറട്ടറീസ് അണ്ടർ വേരിയസ് മിനിസ്ട്രീസ്. പല മന്ത്രാലയങ്ങൾക്ക് കീഴിലും ഒത്തിരി നാഷണൽ ലബോറട്ടറീസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഒരു സയൻറ്റിസ്റ്റ് ആവണമെന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ JRF കരസ്ഥമാക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ JRF കരസ്ഥമാക്കി എന്നുള്ളത് കൊണ്ട് മാത്രം we cannot ensure that you will get job. So while JRF does not guarantee employment, it demonstrates research aptitude that is highly valued during recruitment. നിങ്ങൾക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണത്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് IIScയോ ISRO DRDO ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു JRF ഹോൾഡർ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിനൊരു അഡ്വാൻറ്റേജ് വളരെ കൂടുതലാണ്. സോ നിങ്ങളെ സെലക്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ എല്ലാം പ്രൊഫൈല് കൃത്യമായി സൂക്ഷിച്ച് നിങ്ങൾ എന്നും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക, ലിങ്ക്ഡിൻ പ്രൊഫൈലുകളൊക്കെ ഉണ്ട് ഇവർക്കെല്ലാം. അപ്പോൾ ഇവിടുത്തെ സയൻറ്റിസ്റ്റുകളൊക്കെ ആണെങ്കിലും അവിടുത്തെ ഓപ്പണിങ്സൊക്കെ സ്ഥിരം ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നാഷണൽ ക്വാണ്ടം മിഷൻ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇഷ്ടംപോലെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ലബോറട്ടറീസ് കൂണുപോലെ മുളച്ച് പൊങ്ങുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളാരും ഇതിനെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഈ മേഖലകളിലോട്ട് നിങ്ങളൊന്ന് തിരിയുക. അപ്പോൾ അങ്ങനെ തിരിഞ്ഞു കഴിയുമ്പോൾ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിൽ തന്നെ ധാരാളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ JRF പാസ്സാവുക എന്നുള്ളത് അത് സ്വല്പം പാടാണെങ്കിലും ബാക്കി നിങ്ങൾ അങ്ങ് പൊക്കോളും. ഓക്കെ, ദെൻ these are the international opportunities that are awaiting. So ഒരു PhD JRFോട് കൂടി നിങ്ങൾ PhD കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിനൊക്കെ പുറത്തേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റിപ്ലൈ ആണ് നിങ്ങൾക്ക് കിട്ടുക. സോ PDF പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്സ് വിദേശത്ത് ധാരാളം പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്സ് ഉണ്ട്. നിങ്ങളുടെ റിസർച്ച് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ കണ്ടുപിടിച്ചിട്ട്
അവിടുത്തെ പ്രോജക്റ്റ് ഇൻവെസ്റ്റിഗേറ്റർക്ക് നിങ്ങളൊരു അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർക്ക് നിങ്ങളൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് റൺ ചെയ്യുന്ന ഗ്രൂപ്പിന് നിങ്ങളൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ റിസർച്ച് ഇൻട്രസ്റ്റും അവരുടെ റിസർച്ച് ഇൻട്രസ്റ്റും ഏകദേശം ഒത്തുപോകുന്നുണ്ടെങ്കിൽ യു വിൽ ബി റിക്രൂട്ടഡ്. സോ PDF-ൻ്റെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേജ് അതാണ്. നിങ്ങൾ മെയിൽ അയച്ച് നിങ്ങളെ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കും. സോ നിങ്ങൾ മെയിൽ അയക്കുമ്പോൾ നിങ്ങളുടെ CV-യും നിങ്ങളുടെ കരിയർ പ്രോസ്പെക്ട്സും നിങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതൊരു അഡ്വാൻറ്റേജാണ്. സോ JRF-ഓട് കൂടിയാണ് ഞാൻ, ഫണ്ടിങ്ങോടുകൂടിയാണ് ഞാൻ എൻ്റെ റിസർച്ച് കംപ്ലീറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. സോ PDF പൊസിഷൻസ് വിദേശത്ത് ധാരാളമുണ്ട്. ദെൻ ഇൻ്റർനാഷണൽ ഫെലോഷിപ്സ്, നമ്മൾ പത്രങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ കാണാറുണ്ട്. മേരി ക്യൂറി ഫെലോഷിപ്പ് കിട്ടി, ആ ഫെലോഷിപ്പ്, ഈ ഫെലോഷിപ്പ്, ധാരാളം ഫെലോഷിപ്പുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. സോ അതിനൊക്കെ നിങ്ങളുടെ എലിജിബിലിറ്റിക്കുള്ളൊരു ക്രൈറ്റീരിയ JRF ആണ്. ദെൻ ഫാക്കൽറ്റി പൊസിഷൻസ് ഇൻ വേരിയസ് ഓവർസീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അതും നമുക്ക് ഓപ്പണാണ്. ദെൻ കൊളാബറേറ്റീവ് റിസർച്ച് പ്രോജക്ട്സ്, അപ്പോൾ നിങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഫണ്ടഡ് ആണ് എന്ന് കണ്ടാൽ കൊളാബറേഷൻസ് ഓട്ടോമാറ്റിക്കലി അവിടുന്ന് നിങ്ങൾക്ക് ട്രിഗർ ചെയ്ത് വരും. കാരണം കൊളാബറേഷൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് യാത്രകളുണ്ടാവും, മീറ്റിങ്ങുകളുണ്ടാവും, മറ്റ് ചിലവുകളും നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾ ഫണ്ടഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ എയ്ഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവർക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് നിങ്ങളിലേക്കുണ്ടാകും. സോ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് വിദേശത്ത് നമുക്കുണ്ട്. ബട്ട് ഇന്ത്യയിൽ തന്നെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമ്മളെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ ദീസ് ആർ ദി benefits of qualifying JRF. It offers you a better academic profile. So qualifying JRF signals that you are among the stronger candidates nationally in your discipline. So it provides you PhD admissions, research internships, competitive fellowships and academic awards. So അപ്പോൾ JRF ഇന്നത്തെ കാലത്തൊക്കെ എഴുതിയിട്ട് വല്ല JRF കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ, CSIR എക്സാം പാസ്സായിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്കുള്ളൊരു കുഞ്ഞു മറുപടിയാണ് ഞാൻ ഈ കുഞ്ഞു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചത്. സോ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആകുകയേ വേണ്ട. നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് CSIR ഫിസിക്സ് പാസ്സാകുന്നത് വഴി നിങ്ങൾക്ക് ഇനിയും ഉണ്ട്. സോ ടീച്ചിങ് കരിയറിലാണെങ്കിൽ പോലും നിങ്ങളൊന്ന് നോക്കിയാൽ മതി. If your long-term goal is to become an assistant professor or an associate professor or professor, step by step ആണ്. Okay, so CSIR net is one of the key qualifications that may lead to these professions. Okay, so ഇതൊരു സാലറി ഗ്രോത്ത് ഞാൻ വെറുതെ ഒന്ന് കാണിക്കുന്നതാണ്. നിങ്ങൾ JRF-ലാണ് കയറുന്നത് അല്ലേ? സാധാരണ ഒരു എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ JRF-ലാണ്, JRF കിട്ടി കഴിഞ്ഞാൽ JRF പൊസിഷനിലേക്ക് നിങ്ങൾ കയറും. 37,000 രൂപ, 37,000 സാലറി പ്ലസ് മറ്റ് അഡ്മിസിബിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ദാറ്റ് ഇൻക്ലൂഡ് JRF കണ്ടിജൻസി ഗ്രാൻസ് ആൻഡ് such other things. Then if you are qualified for then if you become qualified for SRF after 2 years, your salary will increase to 42,000 plus benefits. And if you apply for postdoctoral fellowships in India or abroad ആണെങ്കിൽ കൂടുതലായിരിക്കും. In India, I am talking about Indian context, your salary will be from 60,000 to 1,20,000 plus, definitely. Then depending on the projects, gravity of projects. Okay, then after that you applied for an assistant professorship and you got an assistant professor job at some colleges or some various universities or somewhere. So your salary will be about 70,000 to 1,20,000. It depends on institution and allowances. ഇപ്പോൾ നിങ്ങൾ ഒരു പ്രീമിയർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെയാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആകുന്നതെങ്കിൽ യുവർ സാലറി വിൽ ബി അബവ് 1 lakh. നമ്മുടെ സാധാരണ ഒരു കോളേജിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 70,000 അബവ് നിങ്ങൾക്ക് സാലറി ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? സോ കണ്ടോ സാലറിയുടെ ഹൈക്ക് കണ്ടോ. ദെൻ
then or you are not interested for a teaching career, you are interested in scientist positions. So സയൻറ്റിസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ യുവർ സാലറി വിൽ ബി ഡെഫിനറ്റ്ലി അബവ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ. സാധാരണ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറിനേക്കാളും എന്തുകൊണ്ടും ഒരു സയൻറ്റിസ്റ്റിൻ്റെ സാലറി വളരെ കൂടുതലായിരിക്കും. അത് ഗ്രേഡ് സയൻറ്റിസ്റ്റ്, നിങ്ങളെ സയൻറ്റിസ്റ്റ് എ ആയിട്ടായിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ABCDEFGHIJ അങ്ങനെ അങ്ങ് പോവും. HI അങ്ങനെ അങ്ങ് പോവും. എച്ച് വരെയാണ് സയൻറ്റിസ്റ്റ്, എച്ച് വരെയാണ്. അപ്പോൾ സയൻറ്റിസ്റ്റ് എച്ച് എന്ന് പറയുമ്പോൾ സീനിയർ പ്രൊഫസറിന് തുല്യമാണ്. അപ്പോൾ സീനിയർ പ്രൊഫസർ എന്ന് പറയുമ്പോൾ എന്തായാലും 2 lakh എബവ് സാലറി നിങ്ങൾക്ക് ഉണ്ടാവും. 2 lakh എബവ്, 2.5 lakh എബവ് നിങ്ങൾക്ക് സാലറി ഉണ്ടാവും. സോ അതുകൊണ്ട് കരിയർ ഒന്നും ഇല്ല എന്നൊന്നും നിങ്ങൾ ധരിക്കണ്ട. പലരും പലതും പറയും. ഇതിൻ്റെ ഫീൽഡിന് പുറത്ത് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നിന്നിട്ട് അവരുദ്ദേശിക്കുന്ന കരിയറിൽ എത്താൻ പറ്റാത്തവരോ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പല കാര്യങ്ങളും പറയും. ഇതിലൊന്നും പോയിട്ട് ഒരു കാര്യവുമില്ല. ഈ സമയത്ത് നിങ്ങൾ റബ്ബർ വെട്ടാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം പൈസ കിട്ടുമെന്നൊക്കെ പറയും. ഒരു കാര്യവുമില്ല. നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നിനും പോകണ്ട. സബ്ജക്റ്റ് തന്നെ നിങ്ങൾക്ക് ഫുഡ് തന്നോളൂ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. പട്ടിണി കിടക്കേണ്ട വരില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. സോ അതുകൊണ്ട് ഇഫ് യു ആർ എ CSIR ഫിസിക്സ് aspirant, since your interest is in CSIR physics, achieving JRF rather than only NET is the more rewarding target because it provides government funded PhD support, a higher priority in many PhD selections as we have discussed. They have stronger research profile, financial independence during doctoral studies and afterwards, then better long-term career prospects in academia and റിസർച്ച്. അപ്പോൾ നിങ്ങൾക്ക് റിസർച്ചിന് പോകണോ ടീച്ചിങ്ങിന് പോകണോ, ഈ രണ്ട് പാത്ത് വേ ആണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത്. രണ്ടിലും ധാരാളം അവസരങ്ങൾ നമുക്കുണ്ട്. ഗവൺമെൻറ്റിലാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും ധാരാളം അവസരങ്ങളുണ്ട്. പ്രൈവറ്റ് ഒന്നും അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല. സോ നിങ്ങൾ പ്രൈവറ്റിലാണല്ലോ എന്ന് കരുതി നിങ്ങൾ സെക്കൻഡ് ഗ്രേഡ് ആകുന്നുമില്ല. പ്രൈവറ്റിൽ വർക്ക് ചെയ്യുന്ന ധാരാളം നല്ല ആൾക്കാരുണ്ട്, നല്ല സാലറി മേടിക്കുന്ന ആൾക്കാരുണ്ട്. പറയുന്ന സാലറി, അവർ പറയുന്ന സാലറിക്ക് അവരെ കൊണ്ടുപോകുന്ന ആൾക്കാരുമുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് എന്ന് കരുതി നിരാശപ്പെട്ടിരിക്കുകയൊന്നും വേണ്ട. ഡിസംബറിലേക്കുള്ള പഠനം ഇപ്പോഴേ തുടങ്ങിക്കോ. കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളെ സഹായിക്കും. സോ നമ്മുടെ ടൈം ടേബിൾ വെച്ചിട്ടുള്ള പഠനം നമ്മൾ ഉടനെ തന്നെ ആരംഭിക്കും. സോ നമ്മൾ ടൈം ടേബിൾ വെച്ച് ഓരോ ആഴ്ചയും 2 എക്സാമുകൾ വെച്ച് ഓരോ മാസവും റിവിഷൻ എക്സാമുകൾ നടത്തി, ക്യുമുലേറ്റീവ് എക്സാമുകൾ നടത്തി, മോഡൽ എക്സാമുകൾ നടത്തി, ലൈവ് സെഷൻസ് എന്നും നമ്മൾ കണ്ടക്ട് ചെയ്ത് അങ്ങനെ നിങ്ങളെ ഞങ്ങൾ JRFകാരാക്കും. ഒരു സംശയവും വേണ്ട. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വിജയിക്കാം. താങ്ക് യു.